കോഴിക്കോട് അതെ പാലേരിയിലെ ഹോട്ടലിൽ നിന്ന് കസേരകളും ഫർണിച്ചർ കടയിലെ മേശകളും മോഷ്ടിച്ച പ്രതികൾ മണിക്കൂറുകൾക്കുള്ളിൽ പിടിയിൽ. കർണാടക ചാമരാജ് നഗറിൽ നിന്നുമാണ് പശ്ചിമബംഗാൾ സ്വദേശികളായ പ്രതികൾ പിടിയിലായത്. രാഹുൽ സുരേഷാണ് ചേരുന്നത് കോഴിക്കോട് നിന്ന്. രാഹുൽ, ഗുഡ് ഈവനിങ്. എങ്ങനെയാണ് ഈ പ്രതികൾ ഇത്രയും വേഗം പിടിയിലായത്? ക്രിസ്റ്റീന, പേരാമ്പ്ര പോലീസിന്റെ കൃത്യമായ അന്വേഷണത്തിനൊടുവിൽ പ്രതികളെ തൊണ്ടി മുതലോടെ പിടികൂടിയിരിക്കുകയാണ്. ബുധനാഴ്ച പുലർച്ചെയാണ് കോഴിക്കോട് പേരാമ്പ്രയ്ക്ക് സമീപം പാലേരിയിൽ 2 കടകളിൽ മോഷണം നടക്കുന്നത്. ഹോട്ടലുകളിൽ നിന്നും കസേരയും ഫർണിച്ചർ കടകളിൽ നിന്നും മേശകളുമാണ് മോഷണം പോയത്. ഈ പേരാമ്പ്ര പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഈ സംഭവ സ്ഥലത്ത് നിന്നും ചില CCTV ദൃശ്യങ്ങൾ കണ്ടെത്തിയിരുന്നു. ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് കർണാടകയിലെ ചാമരാജ് നഗറിൽ നിന്നും ഈ പ്രതികളെ തൊണ്ടി മുതലോടെ പിടികൂടിയിട്ടുള്ളത്. ഇവിടെ നിന്ന് മോഷ്ടിച്ച സാധനങ്ങൾ അവിടെ ആക്രികളാക്കി വിൽക്കാനായിരുന്നു ഈ പ്രതികളുടെ ശ്രമം. അതാണ് അന്വേഷണത്തിൻ്റെ ഒടുവിൽ ഈ പ്രതികൾ പിടികൂടുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത്. പോലീസ് പറയുന്നതനുസരിച്ച് മുമ്പും ഇത്തരത്തിൽ മോഷണങ്ങൾ പേരാമ്പ്ര ഭാഗങ്ങളിൽ നടന്നിട്ടുണ്ട്. അതായത് ഇതര സംസ്ഥാന രജിസ്ട്രേഷനുള്ള വാഹനങ്ങൾ കടകളുടെ മുന്നിൽ കൊണ്ടിടും. അതിനുശേഷം രാത്രിയിലാണ് ഈ വസ്തുക്കൾ മോഷ്ടിച്ച ശേഷം രാത്രിയിൽ തന്നെ കേരളം കടത്തി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. എന്താണെങ്കിലും മറ്റ് ജില്ലകൾ കേന്ദ്രീകരിച്ചും ഈ പ്രതികളെ ഇവിടെ കൊണ്ടുവന്ന ശേഷം അന്വേഷണം നടത്താനാണ് നിലവിൽ പേരാമ്പ്ര പോലീസിന്റെ തീരുമാനം. അറസ്റ്റിലായ പ്രതികളെ ഉടൻ തന്നെ കോഴിക്കോട് പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും ചെയ്യും. ക്രിസ്റ്റീന, ശരി. അപ്പോൾ 3 സംസ്ഥാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. കേരളത്തിലുള്ള കടയിൽ നിന്ന് മോഷണം, പശ്ചിമബംഗാൾ സ്വദേശികൾ, അവരെ പിടിച്ചത് കർണാടകയിലെ ചാമരാജ് നഗറിൽ നിന്ന്. ഇപ്പം ഇനി തിരികെ എത്തിച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങൾ തെളിവെടുപ്പടക്കം നടക്കാൻ.